നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചരിത്രത്തിന്റെ ഏടുകളിൽ പതിഞ്ഞ ആരും അറിയാതെ പോയ പ്രവാസികളെ നമ്മൾ മറന്നു. നമ്മുടെ രാജ്യത്തിന്റെ നെടുന്തൂണെന്ന് പല മഹാന്മാരും വിശേഷിപ്പിച്ച പ്രവാസികൾ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഇന്ത്യ ഇന്ന് എവിടെയെങ്കിലും എത്തിപ്പെടുമോ എന്ന് നിങ്ങൾ കരുതിയിരുന്നുവോ? എന്നിട്ടും ഇപ്പോൾ അവർക്ക് കരുതലാകാൻ നമുക്ക് കഴിയുന്നില്ല. മരണത്തെ മുഖാമുഖം കണ്ട് മരുന്ന് പോലുമില്ലാതെ കൃത്യമായ ചികിത്സ ലഭ്യമാക്കാനാകാതെ കഴിയുന്നവർ, താൽക്കാലിക വിസയിലെത്തി കുടുങ്ങിപ്പോയവർ, യുവതികൾ, വയോധികർ എന്നിങ്ങനെ തുടങ്ങി നിരവധി പേർ ആർക്കും നാട്ടിലെത്തിച്ചേരാൻ ആകുന്നുമില്ല. പാകിസ്ഥാൻ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുപോകുമ്പോൾ നോക്കി നിൽക്കാനേ അവർക്കാകുന്നുമുള്ളൂ. കേരളം അതിനായി പരിശ്രമിക്കുമ്പോഴും കണ്ടില്ലെന്ന് നടിക്കാൻ കേന്ദ്രത്തിന് എങ്ങനെ കഴിയുന്നു? നിരവധി അപേക്ഷകൾ നൽകിയിട്ടും വിദേശത്ത് നിന്ന് മെയ് 3-ാം തീയതി വരെ ആരുടെയും പ്രവേശനം അനുവദിക്കില്ലെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തീരുമാനം കടുപ്പിച്ചിരിക്കുകയാണ്. ഇമിഗ്രേഷൻ നടപടികൾ അതുവരെ പുനഃസ്ഥാപിപ്പിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ വീണ്ടും ഉത്തരവും പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഇന്ത്യ വിദേശികളടക്കമുള്ളവർക്കും സ്വന്തം പൗരന്മാർക്കും നൽകിയ വിസകൾക്കും സാധ്യത ഉണ്ടാകില്ല. ഇതോടുകൂടി മെയ് 3-ന് മുമ്പ് തിരികെ നാട്ടിലേക്ക് വരാമെന്ന പ്രവാസികളുടെ പ്രതീക്ഷകൾക്ക് കനത്ത തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരള ഹൈക്കോടതിയിലും പ്രവാസികളെ തിരികെ കൊണ്ടുവരാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ രാജ്യത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിനാണ് മുന്തിയ പരിഗണനയെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയുണ്ടായി. ഗൾഫിലുള്ള മലയാളികൾക്ക് മാത്രമായി മെഡിക്കൽ സംഘത്തെ അയക്കാനാകില്ലെന്നും അത് മറ്റ് സംസ്ഥാനങ്ങളോട് പ്രകടമാക്കുന്ന വിവേചനമാണെന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ പ്രവാസികൾ അധികം കാണപ്പെടുന്ന UAE അടക്കമുള്ള ഗൾഫ് നാടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കണമെന്നാവശ്യപ്പെട്ട് ദുബായ് KMCC നൽകിയ ഹർജിയിലാണ് കേന്ദ്രം നിലപാട് അറിയിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. ആയതിനാൽ തന്നെ ഇന്ത്യയിലെ പ്രതിരോധ പ്രവർത്തനത്തിനാണ് കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ പരിഗണനയും എന്നത്. ഒപ്പം ആളുകളുടെ സുരക്ഷയും ആഹാരവും അടക്കം ഉറപ്പാക്കുകയാണ് സർക്കാർ ചെയ്തു വരുന്നതെന്നും വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ പ്രവാസികളുടെ പ്രിയ സങ്കേതമായ UAE അടക്കമുള്ള നാടുകളിൽ 34 ലക്ഷം ഇന്ത്യക്കാരാണ് ജോലി ചെയ്തു വരുന്നത്. അതിനാൽ തന്നെ നാട്ടിലെത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനും കേന്ദ്രം ഇടപെടൽ നടത്തിവരികയാണ്. നിലവിൽ ആരുടെയും വിസ തീരുന്ന പ്രശ്നമില്ല എന്ന് UAE അറിയിക്കുകയുണ്ടായി. ഇതേ തുടർന്ന് എല്ലാ രാജ്യങ്ങളും വിസ കാലാവധി കോവിഡ് പശ്ചാത്തലത്തിൽ നീട്ടിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. പ്രവാസികളെ കൊണ്ടുവരാൻ കേരളം തയ്യാറാണെങ്കിൽ അക്കാര്യം ആലോചിച്ചുകൂടെയെന്ന് കോടതി കേന്ദ്ര സർക്കാരിനോട് ആരായുകയും ചെയ്തു. എന്നാൽ രാജ്യത്തെ വിവിധ ഹൈക്കോടതിയിൽ സമാന ഹർജിയുമായി വിവിധ സംസ്ഥാനങ്ങൾ എത്തിയിട്ടുണ്ടെന്നും ഇക്കാര്യങ്ങൾ നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെന്നും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. അങ്ങനെയെങ്കിൽ ഈ മാസം 20-ന് സുപ്രീം കോടതി നിലപാടറിഞ്ഞ് കേസ് പരിഗണിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഗൾഫിലെ മലയാളികൾക്ക് മാത്രമായി മെഡിക്കൽ സംഘത്തെ അയക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജിയും ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നു. മറ്റു രാജ്യത്തിന്റെ അനുവാദമില്ലാതെ മെഡിക്കൽ സംഘത്തെ അയക്കാനാകുമോ എന്ന് കോടതി കേന്ദ്രത്തോട് ആരായുകയും ചെയ്തു. ഇക്കാര്യത്തിൽ സർക്കാർ നയപരമായ തീരുമാനമെടുക്കുമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ കേരളത്തിന് മാത്രമായി ഇങ്ങനെ ഒരു മെഡിക്കൽ സംഘത്തെ അയക്കാനാകില്ലെന്നായിരുന്നു കേന്ദ്രത്തിന്റെ നിലപാട്. തികച്ചും തിരിച്ചടിയാണ് പ്രവാസികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ലോക്ക്ഡൌൺ കഴിയുന്നതുവരെ കാത്തിരിക്കണമെന്ന നിലപാട് മാത്രമാണ് കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.